ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നന്ദു കിടന്ന് കരയാണ് ഹോസ്പിറ്റലിൽ നിന്നും. അപ്പോൾ അടുത്ത് അച്ഛനും അമ്മയും അടുത്ത് തന്നെ ഉണ്ട്. അച്ഛൻ പറയാണ്, ഇടയ്ക്ക് വിഷമം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും വഴക്ക് പറയും. എങ്കിലും മോൾ എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തത്? ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല അച്ഛാ. പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാവണ്ടല്ലോ എന്ന് കരുതി ചെയ്തതാ. അപ്പോൾ അടുത്തിരുന്ന് കനക പറയാണ്, അനിയുടെ കല്യാണം കഴിഞ്ഞില്ലേ മോളെ? പിന്നെ എന്തിനാ മോൾ അങ്ങനെ ചെയ്തത്? കല്യാണം കഴിഞ്ഞെങ്കിലും അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഞാനൊരു സംസാര വിഷയം ആവരുത് എന്ന് തോന്നി അമ്മേ. അതുകൊണ്ടാണ് അമ്മേ ദൈവത്തോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്. ഞങ്ങൾക്കൊപ്പം വന്നിട്ട് മോൾ എപ്പോഴാണ് അവിടുന്ന് പോയത്? പയ്യനെ എല്ലാവരും സ്വീകരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവിടുന്ന് നേരെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുമായിരുന്നു. അവിടെ ചെന്ന് ദൈവങ്ങളെ കണ്ടിട്ടാണ് പുഴക്കരയിലേക്ക് പോയത്. മോളെ, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കളുടെ കർമ്മം ചെയ്യേണ്ടി വരുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മോളെ. അതിനുള്ള അവസരം മോളായിട്ടുണ്ടാക്കരുത്. ഗോവിന്ദേട്ടാ, ഇനി ഇവളോട് അങ്ങനെയൊന്നും സംസാരിക്കണ്ട. ഞാനതിന് വഴക്കല്ലല്ലോ പറഞ്ഞത്, നമ്മുടെ ഗതികേടല്ലേ. അതെ, ഇവിടെ ഇപ്പോൾ ആദർശിൻ്റെ മുത്തശ്ശനോട് പോലും അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച വിവരമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ടെന്ന് ആദർശ് മോനും നയനമോളും പറഞ്ഞിട്ടില്ലേ? നാളെ മറ്റൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാ മോള്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതാണെന്ന് പുറത്ത് പറയാൻ പറ്റില്ല. പിന്നെ ആദർശ് മോന് സ്വാധീനമുള്ളൊരു നല്ല ഹോസ്പിറ്റലായതുകൊണ്ട് ഡോക്ടർ ഇത് കേസാക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അച്ഛനും അമ്മ ഇങ്ങോട്ട് വന്നത്? ആ, താലികെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞത്. അപ്പം തന്നെ നമ്മൾ പുറപ്പെടുകയായിരുന്നു. താലികെട്ട് കഴിഞ്ഞപ്പോൾ രാകേഷാ നയനമോളോട് ഈ കാര്യം പറഞ്ഞത്. ആ സമയത്ത് തന്നെ പിന്നെ ആരോടും ഒന്നും പറയാതെ അവരിങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടുപേരും കല്യാണ മണ്ഡപത്തിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. കല്യാണ സമയത്ത് നയനയും ആദർശും മാറി നിന്നെന്നും പറഞ്ഞ് അവിടെ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു. അറിയാലോ മോളുടെ ചേച്ചിമാരുടെ അമ്മായിയമ്മമാരുടെ സ്വഭാവം. മരുമക്കളെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കാരണം തേടി നടക്കുന്നവരവർ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ പരമാവധി അത് മുതലാക്കിയില്ലേ? പിന്നെ നന്ദു ചോദിക്കാണ്, അനി ഹാപ്പിയാണോ അച്ഛാ? അത് ചോദിച്ചപ്പോൾ അച്ഛനോടും അമ്മയോടും കരഞ്ഞുപോയി. അനി ഹാപ്പി തന്നെയാ മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ നല്ല പയ്യനാ, അതുകൊണ്ട് ഇനി അവന് ഒരു വിഷമവും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അപ്പോഴേ ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ മരുമകളെ കൈപിടിച്ച് കയറ്റേണ്ടത് ജാനകിയാണ്. അതുകൊണ്ട് ഞാനും ജാനകിയും വീട്ടിലേക്ക് പോവുക. അപ്പം മുത്തശ്ശി പറയാണ്, എന്നാൽ പെട്ടെന്ന് ചെല്ല്, നയനമോളെയും കുട്ടിക്കോ. നിങ്ങൾ പയ്യെ വന്നാൽ മതി, വീട്ടിൽ കയറാനുള്ള സമയമായില്ലല്ലോ. ദേവയാനി ജാനകി നയനെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അനാമിക അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം അച്ഛൻ പറയാണ്, വെറുതെ കരഞ്ഞ് അമ്മയെ കൂടി കരയിക്കല്ലേ മോളെ. കരയിക്കല്ലേ എന്ന് പറഞ്ഞാലും മോൾക്ക് കരച്ചിൽ വരും. എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൈ നഷ്ടപ്പെടുന്നത് പോലെയാണ് മോൾ അകന്നു പോകുന്നത്. അത് കേട്ട് ജലജ പറയാണ്, അത് പിന്നെ എല്ലാവർക്കും അങ്ങനെയല്ലേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? വലിയ ദൂരമൊന്നും ഇല്ലല്ലോ രണ്ട് വീടും തമ്മിൽ, എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. അപ്പോൾ അവിടെ അച്ഛൻ പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം എടുക്കൂ ഈ വിഷമം മാറാൻ. നാളെ രാവിലെ രണ്ടുപേരും വരില്ലേ? പിന്നെ ഉറപ്പായിട്ടും വരും. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി അമ്മേ. ശരി മോളെ. അവിടെ അച്ഛൻ തന്നെ അവളെ കാറിലേക്ക് കയറ്റുകയാണ്. അവളെ കാറിൽ കയറ്റിയതിന് ശേഷം അച്ഛൻ പറയാണ്, ആശ്വാസമായി, ഇനിയെല്ലാം വിചാരിച്ചതുപോലെ നടന്നാൽ മതിയായിരുന്നു. ഞാൻ വിളക്ക് തിരിയൊക്കെ റെഡിയാക്കി വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് എടുത്തിട്ട് പോകാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ ജാനകി വന്നിട്ട് പറയാണ്, നീ വിളക്കെടുക്കണ്ട. അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് വിളക്കുമായിട്ട് ജാനകി പോയി. വിളക്കുമായി വരുമ്പോഴേക്കും അവരെല്ലാവരും അവിടെ എത്തി. എന്നിട്ട് ജാനകി പറയാണ്, ഏട്ടത്തി കൈപിടിച്ച് കയറ്റിയാൽ മതി. അയ്യോ, അതെങ്ങനെ ശരിയാവും? നീയല്ലേ അമ്മായിയമ്മ, അപ്പം നീയല്ലേ കൈപിടിച്ച് കയറ്റേണ്ടത്? ഇതുപോലൊരു നാൾ എൻ്റെ മരുമകളെ വിളക്കുമായി കൈപിടിച്ച് കയറ്റാൻ നിന്നവളാണ് ഞാൻ. അപ്പോഴാ അവിടെ ഒരു ആൾമാറാട്ടം നടന്നത്. നിന്റെ ചേച്ചിക്ക് പകരം നീ വന്നു. അപ്പം ജലജ, രണ്ടിലാര് വന്നാലും കണക്കല്ലേ ഏട്ടത്തി. ദേവയാനി, എങ്കിലും കള്ളം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചേനെ. അപ്പം ജാനകി, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവം ചിലപ്പോൾ പെട്ടെന്ന് മാറില്ലല്ലോ. ജാനകി, ഈ അവസാന നിമിഷം പോലും കല്യാണം മുടക്കാനാണ് പലരും ശ്രമിച്ചത്. മുത്തശ്ശി ഞാനെ മുത്തശ്ശിയെ നോക്കുകയാണ്. നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ ജാനകി? ദേവയാനി ചോദിക്കാണ്. ദേവയാനി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതിനിടയ്ക്ക് എന്തെങ്കിലും നടന്നോ? അപ്പോൾ ജാനകി പറയാണ്, ഇന്നത്തെ ദിവസം ഒരു വല്ലാത്ത രീതിയിലാക്കിക്കളയാൻ എനിക്ക് താല്പര്യമില്ല ഏട്ടത്തി. ഇന്നലെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ ആദർശ് അനിയെ തല്ലിയത്.
മദ്യപിച്ചതിനാണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം എന്തോ നടന്നിട്ടുണ്ട്. പക്ഷേ ആരും ഒന്നും പറയുന്നുമില്ല. അപ്പോഴേക്കും അവിടെ ബാക്കിയുള്ളവർ കൂടി വന്നു. അവർ വന്നു. ദേവയാനി, അങ്ങനെ ഈ വീടിൻ്റെ യഥാർത്ഥ മരുമകൾ എത്തി. അനിയും അനാമികയും ബാക്കിയുള്ളവരും ഒക്കെ വരികയാണ്. ജാനകി കൊണ്ടുപോയി വിളക്ക് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, മോളെ വലതുകാല് വെച്ച് കയറ്, വിളക്ക് അണയാതെ നോക്കണം കേട്ടോ. അപ്പം ജലജ അങ്ങനെ മനസ്സിനിണങ്ങിയ ഒരു മരുമകളെ ഈ അനന്തപുരി തറവാട്ടിന് കിട്ടി. അതിൻ്റെ ബാക്കി ജലജ കൂട്ടിച്ചേർക്കാണ്. അതെ. അപ്പം ജാനകി ജലജയോട് ചോദിക്കുകയാണ്, വേറൊരുത്തി ഉണ്ടല്ലോ, അവൾ വന്നില്ലേ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴേ ഒരു വയറുവേദന. അവളും അബിയും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. അത് കേട്ട് ദേവയാനി പറയാണ്, ഇനിയിപ്പോൾ എല്ലാവർക്കും വയറുവേദനയും നെഞ്ചുവേദനയൊക്കെ കൂടും. മുത്തശ്ശി പറയാ, ദേ ഒരു പെങ്കൊച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുക. ആ നേരത്ത് ഇങ്ങനെ വില കുറഞ്ഞ സംസാരമൊന്നും സംസാരിക്കാൻ പാടില്ല. ഇവൻ്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലാണെന്ന് കരുതി നാഥനില്ലാത്ത വീടാണിതെന്ന് ആരും ചിന്തിക്കണ്ട. ദേവയാനി, അതിന് വേണ്ടാത്തതൊന്നും ആരും പറഞ്ഞില്ലല്ലോ അമ്മേ. ആ കൊച്ചി ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ വീടിനകത്തൊരു തെളിച്ചം വന്നതുപോലെ. ജലജ, അതെ. അപ്പോൾ ആദർശും അച്ഛനും ഇളയച്ഛനും ഒക്കെ പരസ്പരം നോക്കുകയാണ് ഇവരെ സംസാരം കേട്ടിട്ട്. ജലജ, നേരത്തെ ചിലരൊക്കെ വന്നപ്പോൾ ഇരുട്ടായിരുന്നു, പകലും രാത്രി പോലെയായിരുന്നു. മുത്തശ്ശി പറയാണ്, ഒന്ന് നിർത്ത്. അപ്പോൾ ജാനകി പറയാണ്, ജലജയേട്ടത്തി പറയുന്നതിൽ കാര്യമുണ്ട് അമ്മേ. അതുപോലെയാ ഇവിടെ ഓരോന്ന് സംഭവിക്കുന്നത്, അതും സംഭവിക്കാൻ പാടില്ല അതൊക്കെ. അപ്പോൾ മുത്തശ്ശി ചോദിക്കാണ്, അതെന്താ ജാനകി നീ അങ്ങനെ പറയുന്നേ? ഇവള് കുറച്ച് ദിവസം മുമ്പ് വരെ നീ ഈ നിൽക്കുന്നവളെ കുറച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നവളാ. അങ്ങനെ ഇവള് മാറണമെങ്കിൽ വ്യക്തമായ കാരണം ഉണ്ടാവും അതിന്. ജാനകി പറയാ, അത്രമാത്രം അമ്മ മനസ്സിലാക്കിയാൽ മതി. അപ്പോഴാണ് ആദർശ് പറയുന്നത്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല. ഏട്ടത്തി ദേ സപ്പോർട്ട്. ജാനകി സപ്പോർട്ട് തുടങ്ങി, ഭാര്യ സപ്പോർട്ട്. ജാനകി അപ്പം പറയാണ്, സോറി ദേവയാനി, അതിപ്പോൾ ഈടെ ആയിട്ട് കുറച്ച് കൂടുന്നുണ്ട്. മുത്തശ്ശന് വയ്യ. മുത്തശ്ശൻ ICUയിൽ കയറുന്ന സമയത്ത് കൂടി സംസാരിച്ചത് നയനെക്കുറിച്ചാണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അച്ഛൻ പറയാണ്, അതെന്താടാ മോനെ നീ പറയാത്തത്? ഭാവിയിൽ ഈ തറവാട് നിനക്കൊപ്പം നയിക്കേണ്ടത് നയന മോളാണെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ പറയുന്നത് ഈ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം അതേപടി അനുസരിക്കുന്നതാ. ആദർശിൻ്റെ അച്ഛൻ പറയാ, അങ്ങനൊരു സാഹചര്യത്തിൽ എന്നാൽ പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങിത്തരാം. ദേവയാനി പറയാണ്. അപ്പോൾ ജലജയും പറയാണ്, അതെ, വീട്ടിൽ ആരാണോ കലഹം ഉണ്ടാക്കുന്നത് അവർ മാറി നിൽക്കുന്നതാണ് നല്ലത്. ആദർശിൻ്റെ അച്ഛൻ പറയാ, ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഈ കുടുംബത്തിൽ നടക്കില്ല. നിനക്ക് ഇതേ അഭിപ്രായം തന്നെയാടാ? ദേവയാനി ചോദിക്കാം. അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യയെ സ്നേഹിക്കണം എന്നൊരഭിപ്രായം എനിക്കില്ല. പക്ഷേ അമ്മയ്ക്കൊപ്പം തന്നെ ഒരാണിൻ്റെ ജീവിതത്തിൽ ഭാര്യയ്ക്കും സ്ഥാനമുണ്ട്. അത് അമ്മമാരും തിരിച്ചറിയണം. കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പോയി. അപ്പോൾ ബാക്കിയായതാരാ? നമ്മളെ ദേവയാനിയും ജലജയും. അപ്പോൾ ജലജ പറയാണ്, ഏട്ടത്തി പെണ്ണ് വരുന്നതറിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മോനിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോസ് കൊടുത്തിട്ട് ജലജയും അവിടെ നിന്ന് പോവാണ്. പിന്നെ അനാമിക വിളക്ക് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചു. അതിനുശേഷം രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്, അനാമികയും അനിയും. അവൾ പറയാണ്, ഞാൻ ഈ വീട്ടിൽ മരുമകളായി കയറി ഭഗവാനെ, ഇനി എൻ്റെ അച്ഛൻ്റെ കടമൊക്കെ വീട്ടാൻ കഴിയണേ. അനിയൊന്ന് ഒരു വല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് പോയി അകത്തേക്ക്. അതിൻ്റെ പിന്നാലെ തന്നെ അനാമികയും അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നയന അടുക്കളയിൽ കയറിയിട്ട് പാല് കാച്ചുകയാണ്. അപ്പോൾ അവിടേക്ക് ജാനകി മെല്ലെ വരികയാണ്. ജാനകി വന്നിട്ട് പറയാണ്, അതേ അങ്ങോട്ട് മാറിക്കേ, എൻ്റെ മരുമകൾക്ക് ഞാൻ കൊടുത്തോളാം പാലും പഴവും, നീ ഇതൊന്നും ചെയ്യണ്ട. അപ്പോൾ അവൾ പറയാണ്, ഇളയമ്മ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നല്ലോ. നീയൊക്കെ ഇതിനകത്ത് എന്തൊക്കെ കൃത്രിമം കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്, അവരെ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കണം. ഞാനാ പറയാ, നീ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് നിന്നെ അടിമുടി മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഞാനാ പറയാം ജാനകിയോട്, ഞാൻ സ്വാർത്ഥതയുള്ളവളായിരുന്നെങ്കിൽ, വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്നവളായിരുന്നെങ്കിൽ നീ കല്യാണം നടക്കില്ലായിരുന്നു. അത് ഇളയമ്മയൊന്ന് മനസ്സിൽ വെച്ചോ. അതും പറഞ്ഞ് പാലിൻ്റെ സ്പൂണ് പാലിൽ തന്നെ ഇട്ടിട്ട് അവൾ അവിടുന്ന് നടന്നുപോയി. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ജാനകിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നയനയും അനാമികയും അനിയും അവിടെ ഇരുന്നിട്ടാണുള്ളത്. അവിടെ അനാമികയെ പറ്റി തന്നെ ജാനകിയും ഇരുന്ന് പോയിട്ട്, ജാനകി അല്ല ദേവയാനി, മോളൊറ്റ മോളായതുകൊണ്ട് അച്ഛനമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ മോളെ വിട്ട് പിരിയാൻ, അല്ലേ മോളെ? അതുകൊണ്ട് വിരുന്നിന് പോകുമ്പോൾ കുറച്ച് ദിവസം അനിക്കൊപ്പം മോൾ അവിടെ നിന്നോ. അപ്പം മുത്തശ്ശി പറയാണ്, മോളിങ്ങോട്ട് പോന്നപ്പോൾ അമ്മ മാത്രമല്ല അച്ഛനും കരഞ്ഞു. അപ്പം ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെ എല്ലാവരും തലയെ കയറ്റി വെക്കുമെന്നാണ് തോന്നുന്നത്.
ഇത് കണ്ടില്ലേ മോളുടെ സങ്കടം? അങ്ങനെയാ പെൺകുട്ടികൾ ദേവയാനി. അവരെ കെട്ടിച്ചു വിടുമ്പോൾ അച്ഛനമ്മമാർക്ക് അവരെക്കാൾ സങ്കടം ഉണ്ടാവും. അതുപോലെ തന്നെ അവരെ വിട്ടുപിരിയുന്നതിൻ്റെ വേദന മക്കൾക്കും ഉണ്ടാവും. ഇവിടെ ചിലരൊക്കെ പുറമേ സങ്കടം കാണിച്ചിട്ട് ഉള്ളിൽ സന്തോഷിക്കാം. അപ്പം ജലജ അതെ അതെ, ആ സമയത്ത് കല്യാണത്തിൻ്റെ പക്കമേളത്തേക്കാൾ വലിയ താളമേളമായിരുന്നു ഇവളുടെ വീട്ടുകാരുടെയും ഇവളുടെ മനസ്സിൽ. അപ്പം ആദർശ് പറയാണ്, ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നവ്യയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവൾ ഇവിടേക്ക് വന്നത്. ആ സാഹചര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പം ദേവയാനി, നീ നിൻ്റെ ഭാര്യയെ കൂടുതലൊന്നും ന്യായീകരിക്കണ്ട. അന്ന് നടന്നത് കൊടും ചതിയ, വഞ്ചന. അപ്പം മുത്തശ്ശി പറയാണ്, ആ ചതിയും വഞ്ചനയും കൊണ്ട് ഈ തറവാടിന് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. നയനമോൾ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യ വിളക്ക. അതുകൊണ്ട് തന്നെ മോള് കണ്ടു പഠിക്കേണ്ടത് നയനമോളെയാ, മോളുടെ ഏട്ടത്തിയെയാ. അത് കേട്ട് അനാമിക നോക്കാണ് ഞാനേ. മോളെ, അമ്മ അങ്ങനെയൊക്കെ പറയും. കള്ളത്തരം കൂടെ കൊണ്ട് നടക്കുന്നവരെ കണ്ടുപഠിച്ചാൽ ആർക്കായാലും തകർച്ചയുണ്ടാവും. ആ സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോഴേക്കും പാലുമായി ജാനകി എത്തി. എന്നിട്ട് പറയാണ്, ഇതാ രണ്ടുപേരും പാല് കുടിക്കേ. ഞാനൊരു പാല് വാങ്ങിച്ചിട്ട് അനിക്ക് കൊടുക്കുകയാണ്. ദാ മോനെ. അനാമിക അത് തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ കുടിക്കുന്നത്. അവൻ എന്നിട്ട് ബാക്കി അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ചെറുപഴ എടുത്തിട്ട് അവൻ ഒരു കഷ്ണം അടിച്ചിട്ട് ബാക്കി അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അനിയുടെ ഫോണിലൊരു കോൾ വന്നത്. ഹലോ, ആ ശരി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം. ഇപ്പോഴോ? ഞാൻ ഉടനെ ഇങ്ങെത്താം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഒരു ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാം. അവരെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ ജാനകി പറയാണ്, ദേ പോകുന്നുണ്ടെങ്കിൽ ആദർശിനെ കൂട്ടി പോയാൽ മതി, നീ ഒറ്റയ്ക്ക് പോകണ്ട. അമ്മേ, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? എന്തിനാ ഏട്ടൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? അതെ അതെ, അവനിപ്പോൾ കൊച്ചുകുട്ടിയല്ല മുത്തശ്ശി, ഒരു ഭാര്യയുടെ ഭർത്താവാ. ഓ, ഒരു ഭർത്താവ് ദേവയാനി. ഒരു പക്വതയില്ല അവന്. ഈ മോള് വേണം ഇവനെ മാറ്റിയെടുക്കാൻ. അപ്പോൾ അനി പറയാണ്, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി പറയാണ്, മോളെ അവനൊരു പാവാ. എൻ്റെ മോനും അങ്ങനെയായിരുന്നു. ഇവൻ പക്ഷേ തലയണ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് കുറച്ചൊക്കെ മാറി. അപ്പോഴാണ് അനാമിക പറയുന്നത്, ഇനിയും അനിയെ ഒരു കൊച്ചുകുട്ടിയായി കാണുന്നത് ശരിയല്ല. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, അനാമികയാണ് പറയുന്നത്. ഇന്ന് അനിയുടെ മുഖത്തെ പാട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് എവിടെയും തട്ടിയതും മുട്ടിയതൊന്നുമല്ല, ആരോ തല്ലിയതാ. പിന്നെ നടന്നത് എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. മദ്യം കഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അപ്പം മെല്ലന ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാനാണത് പറഞ്ഞതെന്ന് ഇവൾ പറയുമോ? പക്ഷേ കല്യാണത്തിൻ്റെ തലേ ദിവസം കൂട്ടുകാർക്കൊപ്പം ഒരു കമ്പനി കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ കരണത്തടിക്കാൻ പാടില്ലായിരുന്നു ആദർശേട്ടാ. പറ്റിപ്പോയി. അതിന് ഞാൻ ക്ഷമ ചോദിക്കുക. ഇനി ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. മുത്തശ്ശി പറഞ്ഞതുപോലെ ഇപ്പം അവൻ ഒരു ഭർത്താവാണല്ലോ. ആ ബോധ്യത്തോടെ ഞാൻ മുന്നോട്ട് പോകും. അതും പറഞ്ഞ് ആദർശ് അവിടെ നിന്നും പോയി. അതിൻ്റെ പിന്നാലെ തന്നെ നയനയും പോയി. ദേവയാനി പറയാണ്, എന്ത് ചെയ്യാനാ മോളെ, ചില ആൾക്കാർ വീടിനുള്ളിൽ കയറിയാൽ വീടിൻ്റെ താളം തെറ്റും. ഈ അനന്തപുരി തറവാടിൻ്റെ സൽപ്പേര് കളയാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ കയറിക്കൂടിയ രണ്ട് പാഴ് ജന്മങ്ങളാ ഈ പോയവളും അവളുടെ ചേച്ചിയും. അനാമികയ്ക്ക് പറ്റിയ അമ്മയും ഇളയമ്മമാരും മൂത്തമ്മമാരും ഒക്കെയാണ് അവിടെയുള്ളത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം, ലൈവായിട്ട് കാണാം. അങ്ങനെയാണ് ഇനി അവിടെ അനാമിക ഒരു കളി കളിക്കും. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.